നിനക്ക് നിന്റെ ജീവിതം മാറ്റണമെന്നാഗ്രഹമുണ്ടോ? പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ലേ? ഒരുപക്ഷെ നീ പലതവണ തീരുമാനിച്ചിട്ടുണ്ടാകും, ഇനി ഞാൻ മാറും, ഇനി ഞാൻ സമയം കളയില്ല, ഇനി ഞാൻ എൻ്റെ ഗോൾസ് സീരിയസ്ലി എടുക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അതേ പഴയ നീ. ഇത്തവണ വ്യത്യസ്തമായി ചിന്തിക്കൂ. നിനക്ക് ഒരു ദിവസം കൊണ്ട് മാറേണ്ടതില്ല, നിനക്ക് പെർഫെക്റ്റ് ആകേണ്ടതുമില്ല. അടുത്ത 30 ദിവസം മാത്രം. 30 ദിവസം നീ നിന്റെ ഹാബിറ്റ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നീ ഇന്ന് കാണുന്ന നിന്നിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരാളായി മാറാൻ കഴിയും. കാരണം വലിയ മാറ്റങ്ങൾ വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല ഉണ്ടാകുന്നത്, ചെറിയ തീരുമാനങ്ങൾ ദിവസവും ആവർത്തിക്കുന്നതിൽ നിന്നാണ്. ഒരു ദിവസം നീ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം നീ ഡിസിപ്ലിൻഡ് ആകില്ല. പക്ഷെ ദിവസവും 10 മിനിറ്റ് പോലും നീ അത് തുടരുന്നുണ്ടെങ്കിൽ നിന്റെ ഐഡന്റിറ്റി തന്നെ മാറാൻ തുടങ്ങും. ഇതാണ് പലരും മിസ് ചെയ്യുന്ന പോയിന്റ്. നിനക്കൊരു ഗോൾ മാത്രം വേണ്ട, നീ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് എക്സാമിൽ ടോപ്പ് ചെയ്യണം എന്നതിന് പകരം ഞാൻ ദിവസവും പഠിക്കുന്ന ആളാണ് എന്ന് ചിന്തിക്കുക. എനിക്ക് ഫിറ്റാകണം എന്നതിന് പകരം ഞാൻ എൻ്റെ ശരീരത്തെ കെയർ ചെയ്യുന്ന ആളാണ് എന്ന് ചിന്തിക്കുക. നീ ആവർത്തിക്കുന്ന ചെറിയ ആക്ഷൻസ് അവസാനം നിനക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കും. ഇനി ഒരു സിമ്പിൾ ട്രിക്ക്. ഒരു നല്ല ഹാബിറ്റ് തുടങ്ങാൻ അതിനെ എളുപ്പമാക്കൂ. സ്റ്റഡി ചെയ്യണമെങ്കിൽ പുസ്തകം രാത്രി തന്നെ മേശപ്പുറത്ത് വയ്ക്കൂ. വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഷൂസ് മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കൂ. നിനക്ക് ചെയ്യേണ്ട കാര്യം തുടങ്ങാൻ ഫ്രിക്ഷൻ കുറച്ചാൽ തുടങ്ങാനുള്ള ചാൻസ് കൂടും. പക്ഷെ ബാഡ് ഹാബിറ്റ്സ് അത് ഓപ്പോസിറ്റ് ആക്കണം. ഫോണാണ് ഡിസ്ട്രാക്ഷൻ എങ്കിൽ അത് കയ്യിൽ നിന്ന് അകറ്റിവെക്കൂ. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യൂ. അത് കാണാത്തെടുത്തു വയ്ക്കൂ. കാരണം വിൽ പവർ മാത്രം ആശ്രയിക്കുന്നത് റിലയബിൾ സ്ട്രാറ്റജി അല്ല. എൻവയറമെൻ്റ് ആണ് പലപ്പോഴും നിന്റെ ബിഹേവിയർ തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു പവർഫുൾ ട്രിക്ക്. ഒരു ഹാബിറ്റ് ഇതിനകം നിനക്കുള്ള ഒരു ഹാബിറ്റിനോട് കണക്ട് ചെയ്യൂ. പല്ല് തേക്കും, അതിനുശേഷം 5 മിനിറ്റ് വായിക്കും, രാത്രി ബെഡിലേക്ക് പോകും, അതിനുശേഷം അടുത്ത ദിവസത്തെ ടാസ്ക്സ് എഴുതും. ഒരു ഹാബിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു ഹാബിറ്റ്. അങ്ങനെ ബ്രെയിനിന് പാറ്റേൺ മനസ്സിലാകും. പിന്നെ ഒരു വലിയ മിസ്റ്റേക്ക് ഒഴിവാക്കണം. ആദ്യ ദിവസം തന്നെ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കരുത്. ഒരു ദിവസം മിസ് ചെയ്താൽ എല്ലാം പോയി എന്ന് കരുതി വിട്ടുകളയരുത്. ഒരു ബാഡ് ഡേ നിന്റെ പ്രോഗ്രസ് നശിപ്പിക്കില്ല. പക്ഷേ ഒരു ബാഡ് ഡേനെ എക്സ്ക്യൂസാക്കി രണ്ടാമത്തെ ദിവസവും വിട്ടുകളഞ്ഞാൽ അതാണ് പ്രോബ്ലം. അതുകൊണ്ട് റൂൾ സിമ്പിളാണ്. ഒരു ദിവസം പിഴച്ചേക്കാം, പക്ഷേ വീണ്ടും തുടക്കം വൈകിക്കരുത്. നിനക്ക് വലിയ മോട്ടിവേഷൻ ആവശ്യമില്ല, നിനക്കൊരു ചെറിയ ആക്ഷൻ മാത്രം വേണം. 5 മിനിറ്റ്, ഒരു പേജ്, ഒരു വർക്കൗട്ട്, ഒരു ചെറിയ ഡിസിഷൻ. ഇന്ന് നീ ചെയ്യുന്ന ആ ചെറിയ ആക്ഷൻ നാളെ വീണ്ടും ചെയ്യൂ. പിന്നെ അതേ കാര്യം വീണ്ടും. 30 ദിവസം കഴിഞ്ഞ് നീ പഴയ ഹാബിറ്റ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കില്ല, നീ ആ ഹാബിറ്റ്സിനേക്കാൾ ശക്തനായ വ്യക്തിയായിരിക്കും. അതിനാൽ ഇനി ചോദിക്കേണ്ടത് എനിക്കെങ്ങനെ മോട്ടിവേറ്റഡ് ആകാം എന്നല്ല, ഞാൻ ഏതു തരത്തിലുള്ള വ്യക്തിയാകണം എന്നാണ്. കാരണം നിന്റെ ഫ്യൂച്ചർ ഒരു വലിയ തീരുമാനം കൊണ്ടുണ്ടാകില്ല, നീ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് അതിനെ നിർമ്മിക്കുന്നത്. ഇന്ന് തുടങ്ങൂ, ചെറുതായി തുടങ്ങൂ, പക്ഷേ നിർത്തരുത്. നെക്സോറ, your next version starts here.